അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വെച്ചാൽ വളരെ സ്പെഷ്യലാണ്. നമ്മളെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പാചക വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യുന്നു. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ പാചക വീഡിയോസ് അടുക്കളയിലും അതുപോലെ നമ്മളത് കഴിഞ്ഞ് നമ്മളെ പ്രധാന ഭാഗമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഭാഗങ്ങൾ ആ ഒരു എല്ലാം നമ്മൾ എങ്ങനെ ചിത്രീകരിച്ചെടുക്കുന്നു എന്നുള്ളത്, നമ്മൾ മൊബൈൽ ഫോണ് അതുപോലെ ക്യാമറ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അത് ചിത്രീകരിക്കുന്നു എന്നുള്ളതിന്റെ ആ ഒരു ബിഹൈൻഡ് ദ സീൻസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിന്റെ ആ ഒരു പിന്നാമ്പുറ കാഴ്ചകൾ അതാണ് ഇപ്പൊ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ യൂസ്ഫുൾ രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഇതാ, നമ്മള് ക്യാമറ ഒക്കെ എടുത്ത് നമുക്ക് അത് സെറ്റ് ചെയ്യണമല്ലോ. അവിടെയാണല്ലോ ഇപ്പൊ നമ്മളെ തുടക്കം. അപ്പോൾ ആദ്യം അത് ചെയ്യാം. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന കൂടുതലും വീഡിയോസ് എടുക്കുന്ന നമ്മളെ ഒരു സ്ഥിരം ക്യാമറ ഇതാണ്, സോണി ZV-1F. ഇത് വ്ളോഗിങ് സ്പെഷ്യൽ ക്യാമറ തന്നെയാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ക്യാമറയാണ് ഇത്. 2 വർഷത്തിൽ ഏറെ ഞാൻ ഇത് ഉപയോഗിക്കുന്നു. 2 വർഷം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമുക്ക് ട്രൈപോഡ്, ഇതിപ്പോൾ ഒരു പുതിയ ട്രൈപോഡ് വാങ്ങിയതാണ്. ഇപ്പോൾ ട്രൈപോഡുകൾ വേറെ ഉണ്ട്, പക്ഷെ ഇതിപ്പോൾ പുതിയത് വാങ്ങിച്ചാണ്. ഇത് നല്ല പിന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ട്രൈപോഡാണ്, ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ്. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല ഒരുപാട് നീളത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ മൊബൈലിലുള്ള ഹോൾഡർ വേറെ ഉണ്ട്, പിന്നെ ക്യാമറയ്ക്ക് മൊബൈലിനും രണ്ടിനും ഉപയോഗിക്കാൻ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ക്യാമറ ഈ ട്രൈപോഡാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കൽ. പിന്നെ ചെറിയതൊക്കെ വേറെ ഉണ്ട്. നമ്മൾ പല ലെങ്ത്തിൽ മാറ്റി അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് കിച്ചണിൽ വീഡിയോ എടുക്കുന്ന സമയത്ത്. എന്നുവെച്ചാൽ നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ക്യാമറ. അതാണ് ഇതന്നെ കൂടുതൽ ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം. പിന്നെ നമുക്ക് ഔട്ട്ഡോറിലൊക്കെ പോകുമ്പോൾ അതെ ക്യാമറ അതിന് ഇത് ബെസ്റ്റാണ് ക്യാമറ. പിന്നെ നമുക്ക് ലൈറ്റ് ഉണ്ട്, ഇത് നല്ല ഇതിനൊരു വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ്, നല്ല അത്യാവശ്യം ഇതുണ്ടോ. ഇത് നമുക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി അത് കൂട്ടാം ലൈറ്റ്. നല്ല അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല രീതിയിൽ തന്നെയുള്ള ലൈറ്റ് ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ കിച്ചണിലെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇവിടേക്ക് വരിക. ഇനി ഇതൊക്കെ ഒന്ന് നമ്മൾ ചില വീഡിയോ എടുക്കുന്ന ആ ഒരു സമയത്തിന് മുമ്പായിട്ട് തന്നെ എല്ലാം ഇവിടേക്ക് ഒന്ന്, അതായത് നമ്മൾ പിന്നെ കഷ്ണങ്ങളും മുറുക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് ചെയ്യലുണ്ട്. ഇതല്ലാതെ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടി ഒക്കെ നോക്കും. അതുപോലെ ഗ്യാസ് അടുപ്പ് ഒക്കെ തുടച്ച് വൃത്തിയാക്കുക. നമുക്ക് ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഒന്ന് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് നമ്മുടെ പാചകം തുടങ്ങിയിട്ടുണ്ട്, പുളിയിഞ്ചി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ ചിത്രീകരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത്, ക്യാമറ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നത്. ഞങ്ങൾ പുളിയിഞ്ചി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ക്യാമറ സെറ്റ്, അതായത് ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആ ഒരു ഷോട്ടുകളൊക്കെ നമ്മൾ അങ്ങനെ ആ രീതിയിൽ എടുക്കുന്നു. പിന്നെ ക്യാമറ കയ്യിലെടുത്തുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ആ ഒരു ഈ ഒരു രീതിയിലുള്ളതൊക്കെ നമുക്ക് അങ്ങനെ ചിത്രീകരിക്കേണ്ടത് അത് വേറെ ചെയ്യും. പിന്നെ ഇപ്പോൾ നമുക്ക് ഇനി അടുത്തെന്ന് വെച്ചാൽ അടുത്തൊരു വിഭവം ഞാൻ ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ അമ്മയാണെങ്കിൽ എനിക്ക് ക്യാമറ കയ്യിലെടുത്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് പല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും, വീഡിയോ ചിത്രീകരിക്കാൻ പറ്റും. ഞാൻ തന്നെ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഫിക്സ് ചെയ്തുകൊണ്ട് തന്നെ വേണം പല ആംഗിളിൽ നമുക്ക് ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മളിവിടെ വെച്ചു. ഇതിപ്പോൾ ഞാൻ കഷ്ണം നുറുക്കുന്നതാണ്. ഇനി അപ്പോൾ അതിന് ക്യാമറ സെറ്റ് ചെയ്യണം. അവിടെയും ഇതാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരി, വേറൊരാൾ നമുക്ക് ക്യാമറ വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇതിപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്ത് ചെയ്യണം. ഓരോ ആംഗിളും മാറ്റി വേറെ ആക്കി ചെയ്തു പോകണം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു ആംഗിളിൽ, അതിപ്പോൾ ഓരോ ഷോട്ടും വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, പല വ്യത്യസ്തങ്ങളായ ഷോട്ടുകൾ ചേർത്ത് അങ്ങനെ ചിത്രീകരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതാണ് എൻ്റെ ഒരു
ശരിയായ രീതി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം വെച്ചൊരു ഒറ്റ ഷോട്ടിൽ ഇങ്ങനെ കൂടുതൽ സമയം അത് കാണുന്നതിന് ഒരു രസമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല നമുക്കൊരു പല ആംഗിളുകൾ അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല രസമാണത്. അതാണ് വീഡിയോ അതിൻ്റെ ശരിയായ രീതി അതാണ്. അപ്പോൾ ഓരോന്നും ഞാൻ പിന്നെ വേറെ വേറെ മാറ്റിയെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ നമ്മൾ കയ്യിൽ വെള്ളമാകുമ്പോൾ അതൊക്കെ നനവ് കാര്യങ്ങളിലല്ല, അപ്പം അത് തുടച്ച് കഴിഞ്ഞ് ഒരുപാട് സമയം ഇതിന് മാത്രം പോവും. ഇങ്ങനെ ഞാൻ തന്നെ ഇത് പിന്നെ പാചകം ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നതിന് ഓരോ ക്ലോസപ്പ് ഷോട്ടുകൾ അതൊക്കെ വേറെ വേറെ തന്നെ ആക്കി ഇങ്ങനെ നമുക്ക് എടുക്കണം. ഇത് ഇവിടെ വേറൊരു ഷോട്ട് ഇതിലെടുത്തത്, ഇങ്ങനെ എല്ലാം മാറി മാറി എടുത്തുകൊണ്ടിരിക്കണം. അമ്മയാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അമ്മ പാചകം ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ ഗ്യാസ് അടുപ്പിൽ ഇവിടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച്, കാരണം പിന്നെ ഒരുപാട് ഒറ്റ അടുത്തേക്ക് അങ്ങനെ വെക്കാനും പറ്റില്ലല്ലോ, നമുക്ക് ചൂടിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ചിലത് സൂം ചെയ്ത് എടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ 4K ചിത്രീകരിക്കുന്നത്. ഇനി കുറഞ്ഞൊരു നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാലും ക്വാളിറ്റി പോകാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടും. 4K ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇത് നമ്മൾ എടുത്തത് ഇങ്ങനെ വന്നു. പിന്നെ ഇപ്പം നമുക്ക് വേണ്ട എല്ലാ പൊടികൾ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഒക്കെ റെഡി ആയിട്ട് തന്നെ അതിന് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഒരുക്കി വെച്ചതാണ്. എന്നാലും ഇപ്പോൾ ഇതൊക്കെ ആ സമയത്തിന് എടുത്തൊക്കെ റെഡിയാക്കി പെട്ടെന്ന് എടുത്ത് പാചകത്തിൻ്റെ കാര്യമുണ്ടല്ലോ, പാചകത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് വൈകാൻ പറ്റില്ലല്ലോ, വലിയ ഓരോ പൊടികൾ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും രണ്ടും ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേണ്ട പാത്രങ്ങൾ എല്ലാം ഒക്കെ നമ്മൾ അതിന് ഇപ്പോൾ ഒരു വീഡിയോ ചിത്രീകരണത്തിനൂടി പിന്നെ കണക്കാക്കിക്കൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ ഒതുക്കി വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് കിട്ടും വേണം ഇതെല്ലാം. അതൊക്കെയാണ് ഇത് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചിത്രീകരിക്കുമ്പോഴുള്ള കാര്യം. പിന്നെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ പിന്നെ ഐഫോൺ ഉണ്ട്, നമുക്ക് ഫോണിൽ ചിത്രീകരിക്കേണ്ട സാഹചര്യം വരുന്ന സമയത്ത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ട്രൈപോഡിൻ്റെ കൂടെ തന്നെ വന്നാണ് ഈ മൊബൈൽ ഹോൾഡർ. അത് ഇത് ചെറിയ ട്രൈപോഡ്, ഒരേ സമയം വേണമെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കലുണ്ട്. പിന്നെ നമുക്ക് വെച്ചാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ വെച്ചാൽ ഫേസ്ബുക്കിലുള്ള വീഡിയോസ്, റീൽസ്, സ്റ്റോറി, ഫോട്ടോ അതുകൂടി വേണം. അപ്പോൾ അതൊക്കെ വേറെ വേറെ രണ്ട് ക്യാമറയിൽ എടുക്കുക. ഒരേ സമയം 2 ക്യാമറ തന്നെ എടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ 2 ക്യാമറ തന്നെ വേറെ വേറെ ആയിട്ട് തന്നെ എടുക്കുക ചെയ്യുന്നത്. ഒരേ വീഡിയോ നമ്മൾ അതിൽ തന്നെ 2ലും പോയി പോസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം എടുക്കണം. പിന്നെ ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഊണഴിക്കുന്ന സമയമായി. അവിടെ ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങനെ അതൊക്കെ അവിടെ കഴിഞ്ഞ് ഊണഴിക്കുന്ന പിന്നെ ഇവിടേക്ക് വരികയായി. നമ്മൾ ഇവിടെയൊക്കെ റെഡിയാക്കിയൊക്കെ സെറ്റ് ചെയ്തൊക്കെ ലെവലാക്കി വെക്കണം. ഇവിടെ അങ്ങനെ തന്നെയാണ്. നമുക്ക് വെച്ചാൽ കഴിക്കുന്ന അവിടെ അധികം സ്പേസ് ഇല്ലല്ലോ, നമുക്ക് ആ ഒരു ക്യാമറ ഫ്രണ്ടിലൊന്നും വെക്കാൻ അധികം സ്പേസ് ഇല്ല, പിന്നെ പുറകുന്ന് പറ്റും ചെയ്യില്ലല്ലോ. ഇതാ അമ്മ കഴിക്കുന്നതാണെങ്കിൽ നമ്മൾ അങ്ങനെ ക്യാമറ അവിടെ വെച്ച് ഇങ്ങനെയാണ് അത് ചിത്രീകരിക്കല് ഈ ഒരു ക്യാമറയിൽ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കുന്ന ഭാഗം വരുന്നത് മറ്റ് ആംഗിളുകളൊക്കെ ഉണ്ടോ. പിന്നെ അത് പിന്നീട് ഞാൻ ക്യാമറ കയ്യിൽ വെച്ച് അങ്ങനെ പലതരത്തിലുള്ള ഷോട്ടുകൾ എടുത്ത് പോകലാണ്. അത് കഴിച്ച് അതിനനുസരിച്ച് ഇപ്പം അമ്മയ്ക്കും അത് ഏകദേശം സെറ്റായി, ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോൻ്റെ സാഹചര്യങ്ങളും കാര്യങ്ങളും. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചുള്ളതാണ് അമ്മ ഒരുങ്ങിയിട്ട് തന്നെയാണ് നിൽക്കലിപ്പോൾ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്യാമറേൻ്റെ മറ്റ് സാങ്കേതികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രെയിം റേറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. അത് ഓരോ സാഹചര്യത്തിൽ ഓരോ ടൈപ്പ് വീഡിയോസിന് നമ്മൾ ഓരോ സെറ്റിങ്സാണ് കൊടുക്കൽ. മാനുവലിൽ ചെയ്യും, ഓട്ടോ മോഡിൽ ചെയ്യലുണ്ട്. ഇതൊക്കെ നല്ല ഓട്ടോ മോഡിൽ ചെയ്യാൻ പറ്റിയ ക്യാമറകൾ കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു ഭാഗം വരുമ്പോൾ കണ്ടില്ലേ, അവിടെയാണ് പിന്നെ വരുന്നത്. അപ്പോൾ അത് ക്യാമറേൻ്റെ മറ്റ് ടെക്നിക്കും കാര്യങ്ങളും നമ്മൾ പിന്നീട് ഏതെങ്കിലും വീഡിയോയിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ നമുക്കുള്ളൊരു മൈക്കാണ്. നമുക്ക് ഇൻട്രഡക്ഷനിലെ സമയത്തും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മൈക്കുകളുണ്ട്. പിന്നെ നമ്മൾ വോയിസ് ഓവർ പിന്നെ ഇതിന് ശേഷം കൊടുക്കുന്ന എഡിറ്റിംഗ് സെക്ഷൻ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ചിത്രീകരണം മാത്രമാണ് ഉൾപ്പെടുത്തിയത്. ഇനിയിപ്പോൾ മൈക്ക് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്തു ഓൺ ചെയ്യാം. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മളത് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അപ്പോൾ അത് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.